എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യൂറോപ്പിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു വലിയ ആശയത്തെക്കുറിച്ചാണ്. അതാണ് ദേശീയത. നിങ്ങളുടെ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം കൂടിയാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. ഈ ദേശീയതയുടെ കഥ നമ്മൾ 5 പ്രധാന ഘട്ടങ്ങളായിട്ടാണ് നോക്കാൻ പോകുന്നത്. ഒരു സ്വപ്നത്തിൽ തുടങ്ങി, പിന്നെ ഫ്രഞ്ച് വിപ്ലവം, ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടം, ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ഏകീകരണം, അവസാനം ദേശീയത എങ്ങനെ സാമ്രാജ്യത്വത്തിലേക്ക് വഴിമാറി എന്നുവരെ നമ്മൾ നോക്കും. ശരി, നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ, നമ്മുടെ കഥയുടെ തുടക്കം ഒരു യുദ്ധക്കളത്തിൽ നിന്നൊന്നുമല്ല, പകരം ഒരു പുതിയ ലോകത്തെ സ്വപ്നം കണ്ട് ഒരു ചിത്രത്തിൽ നിന്നാണ്. 1848-ൽ ഫ്രെഡറിക് സോറിയോ എന്ന ഫ്രഞ്ച് കലാകാരൻ വരച്ചൊരു ചിത്രമാണിത്. അദ്ദേഹം ഒരു ലോകം സ്വപ്നം കണ്ടു. എങ്ങനെയുള്ള ലോകമെന്നറിയാമോ? അവിടെ ജനങ്ങളെ ഭരിക്കുന്നത് രാജാക്കന്മാരല്ല, മറിച്ച് ജനങ്ങൾ തന്നെ രാഷ്ട്രങ്ങളായി ഒന്നിച്ചു നിൽക്കുന്നു. എല്ലാവരും സ്വാതന്ത്ര്യത്തോടെയും ഐക്യത്തോടെയും ജീവിക്കുന്ന ഒരു ലോകം. ആ ചിത്രത്തിൽ കണ്ടില്ലേ, ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ പ്രതിമയെ വണങ്ങി മുന്നോട്ടു പോകുന്നു, രാജാക്കന്മാരുടെ കിരീടങ്ങളൊക്കെ താഴെ ചിതറിക്കിടക്കുന്നു. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം വരുന്നത്. പണ്ടൊക്കെ ഉണ്ടായിരുന്നത് രാജവംശ സാമ്രാജ്യങ്ങളാണ്. അതായത് പല ഭാഷയും സംസ്കാരവുമുള്ള ആളുകളെല്ലാം ഒരൊറ്റ രാജാവിന്റെ കീഴിൽ. അവിടെ രാജാവിനോടായിരുന്നു കൂറ്. എന്നാൽ പുതിയ ആശയം രാഷ്ട്രരാജ്യം എന്നതാണ്. അവിടെ ആളുകളെ ഒന്നിപ്പിക്കുന്നത് ഒരു രാജാവല്ല, മറിച്ച് അവർക്കെല്ലാമുള്ള പൊതുവായ ഒരു സംസ്കാരവും ചരിത്രവും സ്വത്വവുമാണ്. ഈ മാറ്റമാണ് ദേശീയതയുടെ കാതൽ. ശരി, ഈ സ്വപ്നം എങ്ങനെയാണ് യാഥാർത്ഥ്യമായത്? അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടുന്നത് 1789-ലെ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ്. ഒരു രാഷ്ട്രം എങ്ങനെ ഉണ്ടാക്കാമെന്നതിന്റെ ആദ്യത്തെ ഒരു ബ്ലൂ പ്രിന്റ് തന്നെയായിരുന്നു അത്. ഫ്രഞ്ച് വിപ്ലവക്കാരികൾ വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ ചെയ്തു. പിതൃഭൂമി, പൗരൻ തുടങ്ങിയ ആശയങ്ങൾ അവർ കൊണ്ടുവന്നു. പിന്നെ രാജാവിന്റെ കൊടി മാറ്റിയിട്ട് പുതിയ ത്രിവർണ പതാക കൊണ്ടുവന്നു. നിയമങ്ങളെല്ലാം രാജ്യത്ത് എല്ലായിടത്തും ഒരുപോലെയാക്കി. ഫ്രഞ്ച് ഭാഷയെ പൊതുഭാഷയാക്കി. ഇതൊക്കെ ചെയ്തതിലൂടെ എന്താ സംഭവിച്ചത്? ജനങ്ങളുടെ കൂറ് പതിയെ പതിയെ രാജാവിൽ നിന്ന് മാറി ഫ്രാൻസ് എന്ന രാഷ്ട്രത്തിലേക്ക് വന്നു. ഇനി കഥയിലേക്ക് വരുന്നത് നെപ്പോളിയനാണ്. അദ്ദേഹം ഈ വിപ്ലവ ആശയങ്ങളെല്ലാം യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലേക്കും കൊണ്ടുപോയി. പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ജനാധിപത്യം എന്ന ആശയത്തിനു പകരം അദ്ദേഹം എല്ലായിടത്തും സ്വന്തം ഭരണം സ്ഥാപിച്ചു. പക്ഷേ നെപ്പോളിയൻ കൊണ്ടുവന്ന സിവിൽ കോഡ് അല്ലെങ്കിൽ നെപ്പോളിയൻ കോഡ് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അതിലൂടെ അദ്ദേഹം ജനനം കൊണ്ടുള്ള പ്രത്യേക അവകാശങ്ങളൊക്കെ എടുത്തുകളഞ്ഞു. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രഖ്യാപിച്ചു. സ്വത്തിനുള്ള അവകാശം ഉറപ്പിച്ചു. ഫ്യൂഡൽ വ്യവസ്ഥ അവസാനിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഭരണം കൂടുതൽ ആധുനികവും കാര്യക്ഷമവുമാക്കി. അപ്പോൾ മറ്റു രാജ്യങ്ങളിലെ ജനങ്ങൾ നെപ്പോളിയന്റെ ഭരണത്തെ എങ്ങനെയാണ് കണ്ടത്? തുടക്കത്തിൽ എല്ലാവർക്കും സന്തോഷമായിരുന്നു. കാരണം അവർ സ്വാതന്ത്ര്യത്തിന്റെ ആശയങ്ങൾ കൊണ്ടുവന്നു, പഴയ ഫ്യൂഡൽ നികുതികളൊക്കെ നിർത്തി. പക്ഷേ ആ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. പതിയെ പതിയെ നികുതി കൂട്ടി, സെൻസർഷിപ്പ് ഏർപ്പെടുത്തി, ആളുകളെ നിർബന്ധിച്ച് പട്ടാളത്തിൽ ചേർക്കാൻ തുടങ്ങി. അതോടെ ആളുകൾക്ക് അവരോട് ശത്രുതയായി. 1815-ല് നെപ്പോളിയൻ പരാജയപ്പെട്ടു. അതോടെ യൂറോപ്പിലെ 2 പ്രധാന ചിന്താഗതികൾ തമ്മിൽ ഒരു വലിയ പോരാട്ടം തുടങ്ങി. ഒരു വശത്ത് ലിബറലുകൾ, മറുവശത്ത് കൺസർവേറ്റീവുകൾ. ആരായിരുന്നു ഈ ലിബറലുകളും കൺസർവേറ്റീവുകളും? ലിബറലുകൾ എന്ന് പറയുന്നത് കൂടുതലും വിദ്യാസമ്പന്നരായ മധ്യവർഗമായിരുന്നു. അവർക്ക് വേണ്ടത് വ്യക്തിസ്വാതന്ത്ര്യം, ജനങ്ങളുടെ സമ്മതത്തോടെയുള്ള സർക്കാർ, സ്വതന്ത്രമായ കച്ചവടം എന്നിവയൊക്കെയായിരുന്നു. എന്നാൽ കൺസർവേറ്റീവുകൾ പ്രഭുക്കന്മാരും രാജാക്കന്മാരുമായിരുന്നു. അവർക്ക് പഴയ രാജഭരണവും പള്ളിയുടെ അധികാരവും സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങളുമൊക്കെ അതേപടി നിലനിർത്തണമായിരുന്നു. ഈ 2 കൂട്ടരും തമ്മിലായിരുന്നു പോരാട്ടം. ഈ രാഷ്ട്രീയ വിഭജനം കാരണം സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് വ്യാപാരികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ, 1830കളിൽ ഹാംബർഗിൽ നിന്ന് ന്യൂരംബർഗിലേക്ക് പോകുന്ന ഒരു വ്യാപാരിക്ക് 11 തവണ കസ്റ്റംസ് തീരുവ കൊടുക്കണമായിരുന്നു. ഓരോ അതിർത്തിയിലും നികുതി കൊടുക്കണം. നികുതി മാത്രമായിരുന്നില്ല പ്രശ്നം. ഓരോ സ്ഥലത്തും അളവുകൾക്ക് പോലും ഒരു ഏകീകരണം ഇല്ലായിരുന്നു. എല്ലെന്ന് പറയുന്നത് തുണി അളക്കാനുള്ള ഒരു യൂണിറ്റായിരുന്നു. പക്ഷേ ഫ്രാങ്ക്ഫർട്ടിലെ ഒരു എല്ലല്ല, ന്യൂറംബർഗിലെ ഒരു എല്ല്. ഓരോ നഗരത്തിലും അതിന്റെ നീളം മാറും. ഇതിന്റെ കൂടെ പലതരം കറൻസികളും. കച്ചവടം എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം വന്നു. അതാണ് 1834-ൽ പ്രഷ്യയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സോൾവർ റൈൻ എന്ന കസ്റ്റംസ് യൂണിയൻ. ഇതിലൂടെ അവർ കച്ചവടത്തിനുള്ള അതിർത്തിയിലെ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി.
30-ലധികം ഉണ്ടായിരുന്ന കറൻസികൾ വെറും 2 കുറച്ചു. ഈ സാമ്പത്തിക ഐക്യം പതിയെ പതിയെ ജർമ്മൻ ജനതയുടെ ഇടയിൽ ഒരു ദേശീയ ഐക്യബോധം വളർത്താൻ സഹായിച്ചു. ദേശീയത എന്ന് പറയുന്നത് രാഷ്ട്രീയ മാത്രമല്ല, സാമ്പത്തിക മാത്രമല്ല, സംസ്കാരത്തിനും അതിൽ വലിയൊരു പങ്കുണ്ട്. റൊമാന്റിസിസം എന്നൊരു സാംസ്കാരിക പ്രസ്ഥാനം ഈ സമയത്ത് ശക്തിപ്പെട്ടു. യുക്തിയേക്കാൾ കൂടുതൽ വികാരങ്ങൾക്കാണ് അവർ പ്രാധാന്യം കൊടുത്തത്. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ആത്മാവ് അവിടുത്തെ സാധാരണ ജനങ്ങളുടെ നാടൻ പാട്ടുകളിലും കഥകളിലും ഭാഷയിലുമാണുള്ളതെന്ന് അവർ വിശ്വസിച്ചു. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഗ്രിം സഹോദരന്മാർ. അവർ ജർമ്മനിയിലുടനീളം സഞ്ചരിച്ച് നാടോടി കഥകൾ ശേഖരിച്ചു. എന്തിനാണെന്നോ, ഒരു പുതു ജർമ്മൻ പൈതൃകം ഉണ്ടാക്കിയെടുക്കാനും അതുവഴി ദേശീയബോധം വളർത്താനും. 1848-ൽ ലിബറലുകൾ നടത്തിയ വിപ്ലവങ്ങളെല്ലാം പരാജയപ്പെട്ടതോടെ ദേശീയതയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നു. അതുവരെ അതൊരു ജനകീയ ആശയമായിരുന്നു. എന്നാൽ അതിനുശേഷം അധികാരം നേടാനായി ഭരണാധികാരികൾ തന്നെ ദേശീയതയെ ഒരു ഉപകരണമായി ഉപയോഗിക്കാൻ തുടങ്ങി. ജർമ്മനിയുടെ കാര്യത്തിൽ ഇത് വളരെ വ്യക്തമായിരുന്നു. പാർലമെന്റിലൂടെ ജർമ്മനിയെ ഒന്നിപ്പിക്കാനുള്ള ലിബറലുകളുടെ ശ്രമം പരാജയപ്പെട്ടു. അപ്പോൾ രംഗത്തേക്ക് വന്നത് പ്രഷ്യയുടെ മുഖ്യമന്ത്രിയായിരുന്ന ഓട്ടോ വോൺ ബിസ്മാർക്കാണ്. അദ്ദേഹം പറഞ്ഞു, രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നത് ചർച്ചകളിലൂടെയല്ല, സൈന്യവും ശക്തിയും ഉപയോഗിച്ചാണ്. ബിസ്മാർക്ക് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. വെറും 7 വർഷം കൊണ്ട് 3 വലിയ യുദ്ധങ്ങൾ അദ്ദേഹം നടത്തി. ഡെൻമാർക്കിനോടും ഓസ്ട്രിയയോടും ഫ്രാൻസിനോടും യുദ്ധം ചെയ്ത് ജയിച്ചു. അങ്ങനെ 1871 ജനുവരിയിൽ വെർസായ് കൊട്ടാരത്തിൽ വെച്ച് പ്രഷ്യയിലെ രാജാവായിരുന്ന വില്യം ഒന്നാമനെ ഏകീകൃത ജർമ്മനിയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ഇരുമ്പും രക്തവും എന്ന നയത്തിലൂടെയാണ് ബിസ്മാർക്ക് ഇത് സാധിച്ചെടുത്തത്. ഇനി നമുക്ക് ഇറ്റലിയിലേക്ക് വരാം. ഇറ്റലിയുടെ ഏകീകരണം കുറച്ചുകൂടി സങ്കീർണമായിരുന്നു. അവിടെ പ്രധാനമായും 3 പേരുടെ പങ്ക് നമുക്ക് കാണാം. ഏകീകൃത ഇറ്റലി എന്ന ആശയം പ്രചരിപ്പിച്ച ഗിസപ്പെ മസ്സീനിയെ അതിന്റെ ആത്മാവ് എന്ന് വിളിക്കാം. നയതന്ത്രത്തിലൂടെ കാര്യങ്ങൾ സാധിച്ചെടുത്ത പ്രധാനമന്ത്രി കൗണ്ട് കാവൂരായിരുന്നു അതിന്റെ തലച്ചോർ. പിന്നെ തന്റെ ചെമ്പട എന്ന സൈന്യവുമായി തെക്കൻ ഇറ്റലിയെ മോചിപ്പിച്ച ഗിസപ്പെ ഗാരിബാൾഡിയായിരുന്നു അതിന്റെ വാൾ. അപ്പോ എങ്ങനെയാണ് ഇറ്റലി ഒന്നായത്? ആദ്യം സാർഡീനിയ പീഡ്മോണ്ട് എന്ന രാജ്യം ഇതിന് നേതൃത്വം നൽകി. അവരുടെ പ്രധാനമന്ത്രിയായിരുന്ന കാവൂർ ഫ്രാൻസുമായി ഒരു സഖ്യമുണ്ടാക്കി ഓസ്ട്രിയയെ തോൽപ്പിച്ചു. അതേസമയം ഗാരിബാൾഡി തന്റെ സൈന്യവുമായി തെക്കൻ പ്രദേശങ്ങൾ കീഴടക്കി. അവസാനം 1861 വിക്ടർ ഇമ്മാനുവൽ രണ്ടാമനെ ഏകീകൃത ഇറ്റലിയുടെ രാജാവായി പ്രഖ്യാപിച്ചു. അങ്ങനെ പലതായി കിടന്ന ഇറ്റലി ഒന്നായി. പക്ഷേ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും കഥ മാറുകയാണ്. തുടക്കത്തിൽ സ്വാതന്ത്ര്യത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള ഒരു നല്ല ആശയമായിരുന്ന ദേശീയത പതിയെ അതിന്റെ ഇരുണ്ട മുഖം കാണിക്കാൻ തുടങ്ങി. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ദേശീയത വളരെ സങ്കുചിതമായി മാറി. ഞങ്ങളുടെ രാജ്യം മറ്റുള്ളവരെക്കാൾ വലുതാണ് എന്ന ചിന്ത വന്നു. ദേശീയവാദി ഗ്രൂപ്പുകൾ പരസ്പരം യുദ്ധം ചെയ്യാൻ വരെ തയ്യാറായി. യൂറോപ്പിലെ വലിയ ശക്തികൾ തങ്ങളുടെ സാമ്രാജ്യം വികസിപ്പിക്കാൻ ഈ ദേശീയ വികാരത്തെ ആളിക്കട്ടിക്കാൻ തുടങ്ങി. ഈ പുതിയ തരം ആക്രമണോത്സുകമായ ദേശീയതയുടെ ഏറ്റവും വലിയ സ്ഫോടന കേന്ദ്രം ബാൽക്കൻ പ്രദേശമായിരുന്നു. അതുകൊണ്ടാണ് അതിനെ യൂറോപ്പിന്റെ വെടിമരുന്ന് ശാല എന്ന് വിളിക്കുന്നത്. പല വംശത്തിലുള്ള ആളുകൾ, ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ച, റഷ്യയും ജർമ്മനിയും പോലുള്ള വൻ ശക്തികളുടെ ഇടപെടൽ, ഇതെല്ലാം ചേർന്ന് അവിടെ ഒരു വലിയ യുദ്ധത്തിനുള്ള സാഹചര്യം ഒരുക്കി. അപ്പം നമ്മൾ അവസാനം ഒരു ചോദ്യത്തിലെത്തുകയാണ്. ദേശീയതയും സാമ്രാജ്യത്വവും കൂടിച്ചേർന്നപ്പോൾ എന്തുണ്ടായി? ഉത്തരം 1914 യൂറോപ്പിനെ ഒരു മഹാദുരന്തത്തിലേക്ക് നയിച്ചു, 1-ാം ലോകമഹായുദ്ധം. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, ആധുനിക യൂറോപ്യൻ രാജ്യങ്ങളെ ഉണ്ടാക്കിയ അതേ ആശയം തന്നെയാണോ അവയുടെ നാശത്തിനും കാരണമായത്? ഇത് വളരെ ശക്തവും അതേസമയം അപകടം പിടിച്ചതുമായ ഒരു ആശയമാണ്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് പാഠമാണ് പഠിക്കേണ്ടത്?